ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പെപ്പർ ചിക്കനാണ് കേട്ടോ. സാധാ ചിക്കൻ കറി കഴിച്ച് മടുത്തിരിക്കുമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെപ്പർ ചിക്കന് നല്ല അടിപൊളി ടേസ്റ്റിൽ പുട്ടിൻ്റെ കൂടെ, ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ, അരിപ്പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. 2ആയിട്ട് കീറിയ 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് ഏറെ വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മുമ്പിട്ട് നിൽക്കണം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള 6 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി മസ്റ്റാണ്. തക്കാളിയാണ് നമ്മുടെ കറിയുടെ മെയിൻ സാധനം. പിന്നെ പാത്രത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടി പിടിക്കാത്തൊരു പാത്രം എടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു പാത്രം ഞാൻ എടുത്തേക്കുവാണ്. അപ്പോൾ അടി പിടിക്കാത്ത ഒരു പാത്രം എടുക്കുന്നതായിരിക്കും എത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നാലും മതി. അപ്പോൾ പാത്രം ചൂടായതിനു ശേഷം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഏറെ കറിവേപ്പില ഇടുന്നത്, എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കറിവേപ്പില ഇടുന്നത് കറിക്ക് ടേസ്റ്റ് കൂട്ടും കേട്ടോ. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എത്രയുണ്ടോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ നമ്മുടെ കറിക്ക്. അടുത്തതായിട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 2 സ്പൂണോ 1 സ്പൂണോ നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. കൂടി നിന്നാലും കുഴപ്പമില്ല, ഒരുപാട് കുറയാനും പാടില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഞാനിവിടെ 2 കിലോയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ആ മസാലയിൽ ചിക്കനിലോട്ട് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ച പൊടിയല്ല, ഒരു എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുമല്ലോ നമ്മൾ, തരി കിടക്കുന്ന കുരുമുളക് പൊടി. ആ കുരുമുളക് പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കനൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അവസാനം എണ്ണ മാത്രം തെളിഞ്ഞ് കിടക്കുന്ന ആ ഒരു രീതിയിൽ കിടന്നിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ എണ്ണയിലിട്ട് ചിക്കനൊന്ന് വറുത്ത് എടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം, എല്ലാ വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ. നമ്മുടെ ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ വറ്റി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മളുടെ പെപ്പർ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ ചിക്കനെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റിയെടുക്കാം. ചിക്കനെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു എണ്ണ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടത് ആ ഒരു എണ്ണയിൽ കിടന്ന് വഴണ്ട് വരണം. സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട്
ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഒരു 3 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് പച്ചമണം, പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് നമ്മളുടെ ഈ ഒരു ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി ഇതിൽ വഴറ്റിയെടുക്കുന്നില്ല, സവാളയുടെ കൂടിയിട്ട് വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര വേണം എരി അതൊക്കെ അനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തരിതരിയായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി നമ്മളുടെ ഈ ഒരു ഗ്രേവി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവിയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ പച്ച ആ ഒരു ഇതിൽ തന്നെ ഉടഞ്ഞ് നമ്മളുടെ കറിയോട് യോജിച്ച് ചിക്കനിലൊക്കെ പിടിച്ച് വരണം. ഇനി അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, സെർവ് ചെയ്താൽ മാത്രം മതി. നമ്മളുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പുട്ട്, അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഗോതമ്പ് പുട്ടായിക്കോട്ടെ, അരിപ്പുട്ടായിക്കോട്ടെ, എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. പെപ്പർ ചിക്കൻ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്നും സാദാ ചിക്കൻ കറിയായിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. സാദാ കറി കഴിച്ച് എല്ലാവരും മടുത്തിരിക്കുമായിരിക്കുമല്ലോ. ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ അടുത്ത വീഡിയോയിൽ കാണാം.